ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടൊരു കണ്ടിന്യൂറ്റി കിട്ടണില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ചാനലൊക്കെ അടിച്ചു പോയ കാര്യം. അതോടുകൂടി ഒരു ഇത്തിരി ഇൻട്രസ്റ്റ് പോയോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി ഇനി എന്തെങ്കിലും രാത്രിയിലേക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ ഈ വിളക്കൊളുത്തി അപ്പോൾ അമ്മക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സാറ്റർഡേ വ്ളോഗാണെന്ന് തോന്നുന്നു. ഇത് സാറ്റർഡേ ആണ്, ശരിയാ ആണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വീട്ടിലെ വിശേഷങ്ങൾ? മഴയൊക്കെ പോയി തോന്നുന്നു അല്ലേ? അപ്പോൾ ഇതേ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ മലയെണ്ണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കണു. നമ്മുടെ പറമ്പിലൊക്കെ വന്നിട്ട് ഇളനീരൊക്കെ എടുത്ത് കഴിക്കുകയാണ്. എല്ലാം തീർക്കുന്നതാണ് തോന്നണേ. അപ്പോൾ അമ്മു തറവാട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സാക്ഷരത അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. എനിക്ക് രേണുവിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ രേണുവിനെ? ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറും. അങ്ങനെ ഞാനിതേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുകയ്ക്കില്ലേ നമ്മൾ, അതും കൂടി ചെയ്തിട്ട് ഞാൻ അടുത്ത പണി നോക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുമോ? അപ്പോൾ വിളക്കൊളുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചിക്കൻ ഫ്രിഡ്ജിലുള്ളത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐസായിട്ടൊന്നുമില്ല. അപ്പോൾ എത്രയും വേഗം കഴുകിയിട്ട് നല്ലോണം കഴുകി വാലാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈസി റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ ചിക്കൻ നല്ലോണം കഴുകി അതിൽ ആവശ്യമില്ലാത്ത പാർട്സൊക്കെ മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് ചില പാർട്സൊന്നും ഞാനിതിൽ ഇടില്ല. കൂട്ടാൻ വയ്ക്കുമ്പോഴാണെങ്കിലും ഇടില്ല കേട്ടോ. അത് ഞാൻ സാക്ഷയ്ക്ക് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് സാക്ഷയ്ക്ക് അതിൽ ചോറിട്ട് കൊടുക്കാമല്ലോ. ഒരു ഈസി ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 2 സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളിയും കൂടി വേണം കേട്ടോ. അത് ഞാനിതിലിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോപ്പർ കുട്ടൻ പൊട്ടിയിട്ടാണ്. അത് എന്നിട്ട് പ്രസ് ചെയ്യണ സാധനം അത് പൊട്ടിപ്പോന്നു ഞാൻ പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ കൂടിയിട്ടൊന്ന് വഴറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമണം പൂവില്ലോ ഇല്ലേ? പച്ചമണം പൂവില്ലേ? ആ പൂ. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ്? അപ്പോൾ അതൊന്ന് പച്ചമണം പോയതിന് ശേഷം ഈ സബോള അരിഞ്ഞതും നമുക്കിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വഴണ്ട് കിട്ടാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും എന്ന് പറയുമല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിക്കൻ വാലാൻ വെച്ചതാണത്. അതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, അതിലെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കത് നല്ലോണം ക്ലീനായിട്ട് കിട്ടണം, നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി വയ്ക്കുക. കുറച്ച് ചിക്കൻ മസാല ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി സബോളയൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1-2 തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി വഴറ്റി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. കുറച്ച് വെള്ളം മതി, അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ നന്നായി ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വാലാൻ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. എൻ്റെ ചീഞ്ചട്ടി ഒരു ഇത്തിരി ചെറുതായി തോന്നുന്നു. അങ്ങനെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഞാൻ ഇടുന്നുണ്ട്. വീഡിയോയിലുണ്ട് കേട്ടോ അതൊക്കെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചിക്കൻ കറി വെക്കാറുണ്ടോ? പെട്ടെന്ന് നമുക്ക്
ചെയ്യാൻ പറ്റണതാണ്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് തട്ടിക്കൂട്ട് ചിക്കൻ കറി ഞാൻ വെക്കാറ്. പക്ഷേ നമ്മൾ ഈസി ആയിട്ടും എളുപ്പത്തിലും വെക്കുമ്പോൾ ആ ചിക്കൻ കറിക്ക് ഒരു ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. ഊണൊക്കെ കഴിച്ചതിന് ശേഷം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ചാനൽ കഷ്ടപ്പെട്ട് പൊക്കി കൊടുക്കുന്നതായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അത് മിസ്സായി പോയേ. അപ്പോൾ തറവാട്ടിലൊരു മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരം കൊണ്ട് കട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓണത്തിന് മുന്നേ, അതായത് 10-15 ദിവസം ഓണത്തിന് മുന്നേ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മരം ഉണങ്ങും വേണമല്ലോ. അപ്പോൾ അതിപ്പോൾ ഓണത്തിന് ശേഷം കട്ടിലിൻ്റെ പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കനമുള്ള മരമാണ്. നല്ല മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ നല്ല മരമാണ്. അപ്പോൾ അതിൻ്റെ കട്ടിലുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ.